ഒരു ജനാധിപത്യ രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനത്തിനകത്ത് പ്രവർത്തിക്കുകയാണ്. അപ്പൊ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആരോടൊപ്പം നമ്മൾ ചേരും. അതേസമയത്ത് ഏകപക്ഷീയമായി നമുക്കെതിരെ ആക്രമണം നടത്തുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുകയും അതിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യും. അത് നിലപാടുകൾ അങ്ങനെ വരുമ്പോൾ കേന്ദ്രമന്ത്രി കേരളത്തിൽ വരുമ്പോൾ ഏറ്റവും ആദ്യം ഉന്നയിക്കേണ്ട വിഷയം അതായിരിക്കുമല്ലോ. അങ്ങനെ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ടതായിട്ട്, അങ്ങനെ ഒരു വിഷയം ഉന്നയിച്ചതായിട്ട് ഇന്ന് രണ്ട് നേതാക്കൾ, ഇപ്പോൾ കേന്ദ്രമന്ത്രിയും BJP സംസ്ഥാന അധ്യക്ഷനും മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ പറഞ്ഞിട്ടില്ല. അത് സഭാ നേതൃത്വം അത് വ്യക്തമാക്കേണ്ടതാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ക്രൈസ്തവ സമുദായ അംഗങ്ങൾക്ക് നേരെ, വൈദികർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ വടക്കേ ഇന്ത്യയിൽ വൈദികർക്ക് നേരെ ഉണ്ടാകുന്ന വടക്കേ ഇന്ത്യയിൽ ഉണ്ടാകുന്ന ആക്രമണങ്ങളെ സംബന്ധിച്ച് വളരെ ശക്തമായ പ്രതികരണങ്ങൾ നൽകുകയും വളരെ കൃത്യമായ രീതിയിൽ അത് കേന്ദ്രമന്ത്രിമാരെ ഇതിനോടകമായി ധരിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വളരെ കൃത്യമായ രീതിയിൽ ഈ വിഷയങ്ങൾ പലതവണ കേന്ദ്രത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ വന്ന അവസരത്തിൽ മുമ്പ് പറഞ്ഞതിനെ കൂടാതെ പുതുതായി ഏറ്റവും പ്രസക്തമായി ഇപ്പോൾ പറയേണ്ടി വന്നത് ഈ മൈക്രോ മൈനോറിറ്റി വിഷയം ആയതുകൊണ്ടാണ്. അതല്ലാതെ മറ്റു കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല എന്നതിന് അർത്ഥമില്ല. എപ്പോഴും നമ്മൾ ഹൈലൈറ്റ് ആണല്ലോ, എപ്പോഴും ഹൈപ്പ് കിട്ടുന്ന കാര്യമാണല്ലോ എപ്പോഴും നമ്മൾ സാധാരണ ഇതിൽ പറയാറുള്ളത്. അല്ലാതെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഒന്നും ഇങ്ങനെ ചർച്ചകളിലോ മീഡിയയിലോ ഒന്നും വന്ന് പറയണമെന്നില്ല. എത്രയോ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടാവും, അതെല്ലാം അല്ല പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടതോ അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ വന്നതായ അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ടുള്ള കാര്യങ്ങളായിരിക്കും പറയുന്നത്. മറ്റേ ഈ ക്രൈസ്തവ സമൂഹം വടക്കേ ഇന്ത്യയിൽ ആക്രമിക്കപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇത് പുതിയ കാര്യമൊന്നുമല്ല, വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നതിൽ കൂടുതലായി 15 വർഷം മുമ്പ് സംസ്കരിച്ചവരുടെ ശരീരം പോലും ശരീരാവശിഷ്ടങ്ങൾ പോലും എടുത്തുകൊണ്ട് പോകത്തക്ക രീതിയിൽ ഒരു വിഭാഗം ആളുകൾ ചില സംസ്ഥാനങ്ങളിൽ അതിരൂക്ഷമായി പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഒരു ജനാധിപത്യ രാജ്യത്തെ ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക്, ക്രൈസ്തവ സമൂഹം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ജീവിക്കാനും മുന്നോട്ട് പോകാനുള്ള അവകാശവും സ്വാതന്ത്ര്യവും ഉണ്ട്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യമുണ്ട്.